ഹലോ എവരിവൺ. ഹലോ എവരിവൺ. അപ്പൊ ഇന്ന് ആവേശം. അടുത്ത പടം ആവേശം. എടാ മോനെ, ഫഹദാണ് പടം. അറിയാവുന്ന അധികം ആൾക്കാരൊന്നുമില്ല. നമുക്കറിയാവുന്ന മെയിനായിട്ട് ഫഹദ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ സജിൻ ഗോപുവിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. രോമാഞ്ചത്തിലെ ഫഹദിന്റെ ലെഫ്റ്റ് ഹാൻഡാണ് ഇതിനകത്ത്. ഫഹദും ആ മൂന്ന് പിള്ളേര് ഇല്ല, അതേ നെഗറ്റീവ് റോൾ ചെറുത് സീനിയർ ബോയ് എന്താണ് പേര് ചെക്കന് കുട്ടി അത് കുട്ടിയോ നൈസ് അടിപൊളിയുണ്ട് ആക്ടിങ്. ഫഹദിന്റെ എനർജിയാണ് അല്ലേ? ഫഹദിന്റെ എന്താണ് എനർജി, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഫഹദിന്റെ ആ ഡയലോഗ്സിലായാലും ഫഹദിന്റെ ഫൈറ്റ് സീൻസിലും ത്രൂ ഔട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന പറഞ്ഞാൽ നമുക്കും ആ എനർജി ഇങ്ങനെ കിട്ടുന്ന ഒരു ഫീലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഹിപ്സ്റ്ററിനെ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി ഉള്ളവരൊക്കെ യൂട്യൂബേഴ്സാണ് എന്നാണ് കേട്ടത്. യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. എന്തായാലും അവരെ ക്യാരക്ടേഴ്സും കൊള്ള അവർ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അതിലൊപ്പം തന്നെ കട്ടക്ക് നിന്ന് ചെയ്തിട്ടുണ്ട്. ഫൈറ്റാണ് പടം. ഫൈറ്റും അതിന്റെ ആ ഒരു എനർജി, ഒരു വേറെ ലെവൽ എനർജി നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഫൈറ്റ് അല്ലാണ്ട് ഫുഡ് ബ്ലഡ് ഷെഡും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ തല്ലിപ്പൊളി പരിപാടിയൊന്നുമില്ല. ഫൈറ്റിന്റെ ഇടയിലും ചിരിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ ഫഹദിന്റെ ആ ഒരു മാനറിസം ആ കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനകത്ത് ഡാൻസ് ഉണ്ട് ഫഹദിന്റെ. അത് കുറെ നാളത്തെ കാരണമാണ് ഫഹദിന്റെ വേറൊരു തപ്പാങ്കുത്ത് സ്റ്റൈല്. ട്രെയിലറൊക്കെ കണ്ടപ്പോ തോന്നിയ ഷെമ്മി ഈ പോലത്തെ ഒരു ക്യാരക്ടറാണ്, അങ്ങനത്തെ ഇതാണ് തോന്നി അല്ലേ? പക്ഷെ അങ്ങനത്തെ അല്ല. ഷെമ്മിന്റെ അപ്പുറം ഉണ്ട്. അതൊരു പല സ്റ്റേജും കാണിക്കുന്നുണ്ട്. ഷെമ്മിന്റെ ആ ഒരു ലെവലിന്റെ അപ്പുറം ഉണ്ട്. അങ്ങനത്തെ ഒരു ഫഹദും ഉണ്ട്, നോർമലായിട്ടുള്ള ഫഹദും ഉണ്ട്. എന്നാ പിന്നെ ഒരു ബ്രദർഹുഡൊക്കെ തോന്നിക്കുന്ന, അങ്ങനത്തെ ഒരു സ്നേഹമൊക്കെ തോന്നിക്കുന്ന ഒരു ഫഹദ് ഉണ്ട്. സെന്റിമെന്റലി ഇമോഷണൽ ആയിട്ടുള്ള ഫഹദ് ഉണ്ട്. അങ്ങനെ എല്ലാ ഒരു ഷെയ്ഡും കാണിക്കുന്നുണ്ട് ഫഹദിന്റെ. അങ്ങനെ ഫുള്ള് ത്രൂ ഔട്ട് ഗുണ്ടേ അല്ലെങ്കിൽ ഫുള്ള് അങ്ങനത്തെ സീരിയസും ഇല്ല. കോമഡി ഉണ്ട്, സീരിയസ് ടൈമിൽ സീരിയസും ഉണ്ട്. ശരിക്കും ഗുണ്ടയില്ല, ഗുണ്ട ആയി പോണതാണ് അല്ലേ? രംഗണ്ണ മോനെ, അതാണ് ആ വിളിയാണ്. ആ വിളിയിലാണ് എല്ലാ പവർ ഇരിക്കുന്നത്. പിന്നെ എൻട്രി സൂപ്പർ ആയിരുന്നു ഫഹദിന്റെ. സിമ്പിൾ എൻട്രിയാണ് പക്ഷെ സൂപ്പർ ആയിട്ടില്ലേ? സെക്കൻഡ് എൻട്രി സൂപ്പർ ഉണ്ട്. ഗുണ്ടായി വധ ഇങ്ങനെ റൗണ്ട് ആയിക്കെ സ്റ്റൈലൊക്കെ കാണിക്കുന്നുണ്ട്. അതന്നെ ലുക്ക് ഡിഫറെന്റ് ഉണ്ട്. ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ലുക്കും കൊള്ളാം. യങ് ആയിട്ട് ഫുള്ള് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല ഒരു ചുള്ളൻ ഫഹദാക്കായിട്ട് വരുന്നുണ്ട്. എടുത്തു പറയാൻ പറ്റിയത് ഇന്റർവെലിന്റെ ഫൈറ്റ് അടിപൊളിയാണ് അല്ലേ? പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് അത് കാണാൻ വേണ്ടി ആ പടം കാണാം എന്തായാലും. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ലാസ്റ്റത്തെ ഫഹദിന്റെ ക്ലൈമാക്സ് ഫൈറ്റും പിന്നെ കുറച്ച് ഡയലോഗ്സും കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ, കാരണം അമ്മാതിരി ഷോ ആണ് ഫഹദിന്റെ ലാസ്റ്റത്തെ ആ ഒരു ഇത്. നമ്മ പ്രതീക്ഷിക്കാത്തൊരു ഫഹദിനെ നമുക്ക് കാണാൻ പറ്റും ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ. അതെന്തായാലും അടിച്ച് പൊളിച്ച് ഫഹദ്. പിന്നെയും പറയേണ്ടത് ഫഹദിന്റെ എനർജിയാണോ എന്റെ പൊന്നെ. ആ ഒരു ബ്രൂസിലി ലുക്കാണ് ഫഹദിന്. തമിഴിൽ ധനുഷ് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഫഹദിന്റെ ആ ലുക്ക് ആ ഒരു കോലമൊക്കെ തോന്നും. പക്ഷെ എനർജി സമ്മതിച്ചു കൊടുക്കണം അല്ലെ? അപാര എനർജിയാണ്. നമുക്ക് ആ ഒരു എനർജി ഫീല് വരുള്ളിൽ. പിന്നെ ഫഹദിന് അവരോടുള്ള അറ്റാച്ച്മെന്റ് അതൊക്കെ കുറച്ച് ടച്ചിങ് ആണ്. ഒരു ബ്രദർ എന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ബ്രദറായിട്ട് കാണുന്നൊക്കെ പറയുമ്പോഴും ഹാപ്പിയാണ് മോനെ. ഓരോ സീനിലും ഓരോരോ ഷെയ്ഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഫഹദ് ഇനി എന്താണ് അടുത്ത ഇറക്കാൻ പോണത്, അടുത്ത ഐറ്റം എന്താണെന്നുള്ളൊരു ഇതാണ് പരിപാടി. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ആവേശം. പിന്നെ ഇത് ഫാമിലി മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എങ്ങനെ വർക്കൗട്ട് ആവുന്ന അറിയില്ല ഫാമിലിക്ക്. എന്തായാലും യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ എന്തായാലും പൊളിക്കില്ല. യങ്സ്റ്റേഴ്സ്, കോളേജ്, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിക്കും പറഞ്ഞില്ല സീരിയസ് പടമല്ല. എന്തായാലും സീരിയസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൈം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പടം ഒരു വേറെ രീതിയിലാണ്. സെന്റിമെന്റ്സ് ഉള്ളത് സെന്റിമെന്റ്സും ഉണ്ട്, ടച്ചിങ് ആവുന്നത് ടച്ചിങ്ങും ഉണ്ട്, ഫൈറ്റ് കോമഡി എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പവർ പാക്ക് പടം. പാട്ട് സുഷിൻ ശ്യാമിന്റെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളി. സുഷിൻ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ.
സുഷിനല്ല, സുഷിനാണ് ഇപ്പൊ നമ്മുടെ അനിരുദ്ധ്, നമ്മുടെ സ്വന്തം അനിരുദ്ധാണ്. ആ എഫക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ പോയി നല്ല തിയേറ്റർ നോക്കിയിട്ട് വേണം പോകാൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 4K അറ്റ്മോസ് ഒക്കെ ആയിട്ടുള്ള തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആ ഫുൾ എഫക്റ്റിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ. ആവേശം ഇത് നമ്മുടെ ഒപ്പീനിയനാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അത് എങ്ങനെ വർക്കൗട്ട് ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പൊ എല്ലാത്തിനും ഒരു ഇപ്പോൾ രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ. നമ്മുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടില്ല എന്തായാലും. അപ്പൊ ഉറപ്പായിട്ടും പോയി കാണാൻ പറ്റിയ പടമാണ് മോനെ അല്ലേ. ആ വിളി തന്നെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.